ഇന്ന് നമ്മളുള്ളത് കൊപ്പം പാരഡൈസിലാണ്. നമ്മുടെ കുഞ്ഞാപ്പാജിയുടെ മകനെ നിസാർഖാന്റെ മോന് അജ്നാസിന്റെ വിവാഹമായിരുന്നു ഇന്ന്. ഞാനല്ല പറയേണ്ടത്, ഇവരാണ് പറയേണ്ടത്. എന്താണ് നിസാർഖാൻ നമ്മൾ ഇന്നത്തെ അഭിപ്രായം? എന്താ പറയാനുള്ളത്? നമ്മൾ ഈവന്റ് ഏൽപ്പിക്കുമ്പോൾ, അതായത് ഭക്ഷണത്തിന്റെ കാര്യം കല്യാണം ഏൽപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ ടീമിനെ ഏൽപ്പിക്കണം. നമ്മൾ പറയും മുറ്റത്തെ മുല്ലക്കൊന്നുമല്ല, ഞാൻ വിളയുകാരനാണ്, ഈവന്റ് എടുത്തുതരാം, ഈ ഭക്ഷണം എടുത്തുതരാണ് കേറ്ററിങ് കൊപ്പത്തിന് വല്ല നിങ്ങൾ പറയരുത്. ഏറ്റവും നല്ല ഫുഡ്. ഞാനിപ്പോ നമ്മളുടെ മോന്റെ നിക്കാഹ്, അതുപോലെ തന്നെ ബ്രൈഡ് ഗ്രൂം ജോയിനിങ്ങൾ, അതുപോലെ തന്നെ അങ്ങനത്തെ പരിപാടികൾ, ഇന്നത്തെ വിവാഹം വളരെ ഭംഗിയായി പെർഫെക്റ്റ് ആയിട്ട് നടത്തി. നമ്മളുടെ സാഫ് ഇവന്റ് നമ്മൾ ഏൽപ്പിച്ച സമയത്ത് അവർ പറഞ്ഞു, സർക്കാർ നിങ്ങൾ തുണിപ്പായം മാറ്റി വന്നാൽ മതി, ബാക്കി നമ്മളായിക്കോളാം. അതിനുള്ള എല്ലാ സപ്പോർട്ടും അവർ തന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്കത് ആ ഒരു കല്യാണം എല്ലാ ഫംഗ്ഷനുകളും സർവശക്തന്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരു പരിപാടിയൊക്കെ നമുക്ക് ഭംഗിയായി നടത്താം. ഭക്ഷണം എങ്ങനെ എല്ലാവർക്കും തേഞ്ഞോ? ഭക്ഷണത്തിന്റെ കാര്യം എന്ത് പറഞ്ഞ എത്രയോ ഐറ്റംസുകളാണ്, 12-13 ഐറ്റംസുകളാണ്. ഉച്ചക്കുള്ള ലഞ്ച് പരിപാടിയാണ്. ലാസ്റ്റ് കഴിച്ചത് 1 മുതൽ A to Z വരെ ഒരാൾക്കും അതിൽ ഒരു സാധനം പോലും 12-13 ഐറ്റംസ് ഭക്ഷണം, ഒരത് പിന്നെ ഡെസർട്ടുകൾ വേറെ, അതൊരു ഏകദേശം 10ഓളം ഐറ്റംസുകൾ. അതുപോലെ തന്നെ ചായക്കട, അതുപോലെ തന്നെ ഡിസ്കൗണ്ടുകൾ വളരെ പെർഫെക്റ്റ് ആയി കൈകാര്യം ചെയ്തത് സാഫ് ഇവന്റാണ്. ഞങ്ങൾ ലാസ്റ്റ് കഴിച്ചത് ഏകദേശം 4000ഓളം ആള് പങ്കെടുത്തു. നിസാർഖിന്റെ ഒരു കാര്യം പറയുന്നത്, എത്ര ആളുണ്ടായിരുന്നു നിക്കറിയാം, ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാക്കി പോന്ന്. നിസാർഖയുടെ ബന്ധം വെച്ചിട്ട് ഏകദേശം ആള് വരുന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയതും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം തന്നെ പറയട്ടെ. ഞാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രോഗ്രാം, ആദ്യം മുതൽ അവസാനം വരെ ഒരു ഐറ്റം പോലും കുറയാതെ എല്ലാ ചൂടുകൊടുക്കണേ അതാ പ്രത്യേകത എടുത്ത് പറയാനുള്ളത്. ആരും വെയിറ്റ് ചെയ്യിപ്പിക്കാതെ നമ്മൾ ഒരുപാട് സീറ്റ് ഉണ്ടാക്കി. അതിൽ സൗകര്യം ചെയ്തുകൊണ്ടാണ് നമുക്ക് ആളുകൾ മനസ്സറിഞ്ഞിങ്ങനെ വരിക. നമ്മളെ നിക്കാഹ് പരിപാടിക്ക് ഭക്ഷണം കഴിച്ച് വരുന്നവരൊക്കെ പ്രാർത്ഥിക്കാണ്, പഠിച്ചവനെ നല്ലൊരു ഭക്ഷണം, നല്ലൊരു ഇവന്റ്, നല്ല ആരാണ് നിങ്ങൾ ഏൽപ്പിച്ചത് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നിപ്പോ ഞാൻ റിസപ്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരും ചോദിക്കാം, ഇത് ആരാണ് ടീം, ഏതാണ് ഭക്ഷണം, നല്ല നമ്മളോട് ചോദിച്ചത് പ്രാർത്ഥിക്കുക. നമുക്ക് കേൾക്കുമ്പോൾ വലിയ സന്തോഷം. ഏതായാലും ഒരുപാട് കല്യാണങ്ങൾ, ഒരുപാട് ഫംഗ്ഷനുകൾ നടത്താൻ സാഫ് ഇവന്റിന് സാധിക്കട്ടെ. അതോടൊപ്പം ഈ ഒരു കുടുംബത്തോടൊപ്പം ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഞാനൊരു പ്രോഗ്രാം ഏറ്റവും പറഞ്ഞത്, നിസാർഖാൻ ഞാൻ നിങ്ങളുടെ സഹോദരൻ അനിയനാണ്. എനിക്ക് ഏത് സമയത്ത് എപ്പോ വേണമെങ്കിലും പറയാം. ഇന്നലത്തെ പ്രോഗ്രാം നടത്തി നമ്മള് ഇന്നലെ അത് പറയേണ്ട ജനങ്ങള് അന്തം വിട്ടുപോയിക്കുക. അതായത് പരിപാടി കണ്ണൂര് പലഹാരങ്ങൾ, തലശ്ശേരി പലഹാരം, അത് ലൈവായിട്ടുള്ള പലഹാരം. ഇതിനൊക്കെ സ്ഥാപിവന്നെ പറ്റുള്ളൂ. നല്ല റേറ്റ്, നല്ല സർവീസ്. തീർച്ചയായിട്ടും നിങ്ങളാത് ഫ്രീ ആയിട്ട് എനിക്ക് തന്നാലും സ്വാതന്ത്ര്യമാണ്. ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ അപ്പീലില്ലല്ലോ. പിന്നെ ഏത് സമയത്ത് എപ്പോ വിളിച്ച് ഹാജരോട് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് കോർഡിനേറ്റ് ചെയ്ത് A to Z സ്വന്തം ഒരു മോനെ പോലെയാണ് എന്നെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഓരോ കാര്യം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞുതരും, അത് അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഓരോ കല്യാണത്തിൽ വന്നിട്ട് പറയും, അത് അങ്ങനെ വേണ്ടോ, ഇങ്ങനെ വേണ്ടോ, അല്ലാണ്ട് അനുഗ്രഹത്തിന് പറയട്ടെ എന്ന്. അതൊക്കെ ഒന്ന് സാധിച്ചു. ഇതേപോലെ തന്നെ നമ്മുടെ 3 പരിപാടിയും വളരെ ഉഷാറായി. അതേപോലെ നമ്മുടെ കുട്ടികളുടെ ജീവിതവും മറ്റൊരു ആത്മാർത്ഥ എന്നും ഈ ടൈമിന്റെ ഒപ്പം കൂടെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ്. പ്രാർത്ഥനയും ഉണ്ടാവും.